നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ഇതൊന്നും നാടിന് ഗുണം പിടിക്കുന്നതല്ല, രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല. അതുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലവാരമുള്ള മാധ്യമങ്ങൾ, ഉയർന്ന മാധ്യമരംഗത്തെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇത് മനസ്സിലായിട്ടില്ലേ? അതാ മനസ്സിലായത് വെച്ച് കൊടുക്കും. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു പുതിയ വ്യത്യാസം നിങ്ങൾ നോക്കൂ. അത് പ്രതിപക്ഷം ഇമാതിരിയാ പറയാ. അതാ ഞാൻ പറയുന്നത്, നിലവാരം കുറഞ്ഞു പോയി. ഈ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു. എന്തിനാ വരുന്നത്? നമ്മുടെ കൊച്ചിയിലുള്ള വലിയ 2 കമ്പനികൾക്ക് 3 പ്രോജക്റ്റാണ്, 4000 കോടിയാ. ആ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ നിങ്ങളെന്താ പറയുക? ഈ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾ പറയൂ. എന്ന് മാത്രമല്ല, പോകേണ്ടതായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആക്ഷേപം അതായിരിക്കും. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ദൗത്യമാണ് പോകേണ്ടത്. ചിലപ്പോൾ മറ്റ് ചില അസൗകര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകില്ല. ചിലപ്പോൾ ഇതൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വൻ പ്രോജക്റ്റ്, പണ്ട് കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പ്രകടനം നയിച്ച്, ജാഥ നയിച്ച് നേടിയെടുത്ത സ്ഥാപനമാണത് ഇടതുപക്ഷം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളം മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അങ്ങനെയാ കൊച്ചി സർവകലാശാല വന്നത്, അല്ല കൊച്ചി കപ്പൽ നിർമ്മാണശാല. ആ കൊച്ചി കപ്പൽ നിർമ്മാണശാലയും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സഹായം നൽകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ പോകാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എക്സാലോജിക് CMRL ഇടപാട് സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC-ക്ക് ഓഹരികളുള്ള സ്ഥാപനമാണ് CMRL. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL-ഉം തമ്മിലുള്ളത് തത്പര കക്ഷികളുടെ ചട്ടവിരുദ്ധമായ ഇടപാട് എന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും എന്ത് നടന്നാലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് KSIDC-യോട് ചോദിച്ച കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ KSIDC മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും പിന്നെ എന്ത് നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമാണെന്ന് CPIM-ന് ഉറപ്പുണ്ടെങ്കിൽ അവ പൊതുജനത്തിന് മുന്നിൽ ഹാജരാക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? എക്സാലോജിക് കമ്പനി CMRL-ന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ടോ? എന്ത് സോഫ്റ്റ്വെയർ സർവീസാണ് നടത്തി കൊടുത്തതെന്നുള്ള തെളിവുകൾ AK ബാല ഹാജരാക്കിയാലും മതി. അപ്പം മുരളീധരൻ ഇതിൻ്റെ അകത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്. ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K മുരളീധരൻ MP ആവശ്യപ്പെട്ടു. കേസ് ഒതുക്കി തീർക്കാൻ അന്തർധാര സജീവമാണ്. കേന്ദ്രത്തിനെതിരെ സമരത്തിനൊരുങ്ങുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അടുത്ത് കിട്ടിയിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ലെന്ന് K മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഹൈക്കോർട്ടിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല. ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇന്നലെയാണ് ROC റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ അതിലുള്ളത് മുഖ്യമന്ത്രിയുടെ പേര് കൂടിയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് KSIDC-ക്ക് ഓഹരിയുണ്ട് CMRL. ആ തരത്തിലേക്ക് പരോക്ഷ നിയന്ത്രണം CMRL മുഖ്യമന്ത്രിക്കുണ്ട് എന്ന തരത്തിലേക്ക് റിപ്പോർട്ട് പറയുമ്പോൾ CPIM കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. പക്ഷേ ഇന്നിപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏത് തരത്തിലാണ് ഈ വിഷയം കൂടുതൽ വികസിക്കുന്നത്? പ്രതിപക്ഷം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, പക്ഷേ അതിൽ കോടതി മേൽനോട്ടം വേണമെന്നൊരാവശ്യം കൂടിയാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്.
അനുജ, വീണ വിജയന്റെ ഈ എക്സാലോജി കമ്പനിയും അതുപോലെ കരിമണൽ കമ്പനിയായ CMRL-ലുമായി ബന്ധപ്പെട്ട ഈ വിവാദ ഇടപെടൽ അത് ഇതുവരെ വീണ വിജയനെ പ്രതിരോധിച്ചതുപോലെ ആകില്ല CPM ഇനി പ്രതിരോധിക്കേണ്ടി വരിക. കാരണം ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ അക്കൗണ്ട് നിരത്തുന്നുണ്ട് ആ റിപ്പോർട്ടിൽ. അത് പെട്ടെന്ന് CPM-ന് തള്ളിക്കളയാനാകുന്നതല്ല. അത് CPM-നെ സംബന്ധിച്ച് CPM-നെ വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ KSIDC-ക്ക്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC-ക്ക് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് ഈ കരിമണൽ കമ്പനിയായ CMRL. ഏതാണ്ട് 13.4% ഓഹരി പങ്കാളിത്തം ഈ KSIDC-ക്ക് CMRL കമ്പനിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ KSIDC-ക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും KSIDC-യെ. അതേസമയം CMRL-നെ പരോക്ഷമായി നിയന്ത്രിക്കാനും മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. കാതൽ അതിനർത്ഥം ഈ കമ്പനികൾ തമ്മിൽ നേരത്തെ തന്നെ ഇടപാടുണ്ടായിരുന്നതായി അറിയാം, പക്ഷെ അത് മറച്ചുവെച്ചു, കമ്പനി നിയമപ്രകാരം മറച്ചുവെച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് CPM-നെ നിലവിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. CPM ഇതെങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള ആലോചനയിലാണ്. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതിനെ തന്നെ നേരത്തെ ഉന്നയിച്ചതുപോലെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്ക് പ്രതിരോധിക്കാനാണ് CPM നിലവിൽ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനാൽ അതിനെ അങ്ങനെ തന്നെ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി തന്നെ അതിനെ കാണുക, അതിനെ ആ രീതിയിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് CPM നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയം വന്നേക്കാം. അവിടെ ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യം ആ യോഗത്തിൽ ഒരുപക്ഷെ തീരുമാനമെടുത്തേക്കാം. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയം ഒരുപക്ഷെ വിശദീകരിക്കാനും സാധ്യതയുണ്ട്. എന്തു തന്നെയാണെങ്കിലും CPM ഇത് രാഷ്ട്രീയമായി പ്രതിരോധിക്കുമ്പോഴും രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ച് LDF-നും സർക്കാരിനുമെതിരെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രതികരണം ഇത് തെളിയിക്കുന്നതാണ്. ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമാണ് എന്ന് CPM-ന് ഉറപ്പുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വെല്ലുവിളിച്ചിട്ടുള്ളത്. മാത്രമല്ല അന്വേഷണം അട്ടിമറിക്കാൻ BJP-യും CPM-ഉം തമ്മിൽ ധാരണയുണ്ടാക്കി എന്നൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിന് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഇടനിലയുണ്ട് എന്നൊരു ആരോപണം കൂടി VD സതീശൻ ഉന്നയിക്കുകയും അത് കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. K മുരളീധരൻ MPയും സമാനമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന് അദ്ദേഹം പറയുന്നു. അന്തർധാര ഈ വിഷയത്തിൽ BJP CPM അന്തർധാര സംശയിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പരിപാടികളിൽ ഈ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MPമാരെ വിമർശിച്ചിരുന്നു. അവർ അവിടെ പോയി കേരളത്തിന് വേണ്ടി ഒന്നും നേടിയെടുത്തില്ല എന്ന വിമർശനത്തിന് K മുരളീധരൻ മറുപടി പറഞ്ഞത് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് പോലും മുഖ്യമന്ത്രി കാര്യങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നാണ് K മുരളീധരന്റെ വിമർശനം. എന്താണെങ്കിലും ഇതിനെ ന്യായീകരിച്ചെന്നിപ്പോൾ മന്ത്രി P രാജീവ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ KSIDC-ക്ക് CMRL ഓഹരി പങ്കാളിത്തത്തെ ന്യായീകരിക്കുന്നുണ്ട്. 91-95 കാലഘട്ടത്തിലാണ് ആ ഓഹരി പങ്കാളിത്തം ഉണ്ടായത് അല്ലെങ്കിൽ തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് അത് അംഗീകരിക്കാനാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും CPM ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. പക്ഷേ CPM-ന്റെ ഔദ്യോഗിക നിലപാട് ഈ വിഷയത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്ത്, കൂടുതൽ വിവാദങ്ങൾ, അത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഒക്കെ പുറത്തു വരുന്നതോടെ, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ എന്താണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമം നടത്തിയെന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യത്തിന്റേതാണ് ഗുരുതര വെളിപ്പെടുത്തൽ. അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സംസ്ഥാന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതല്ലേ ഇതിന്റെ ഏറ്റവും ഗൗരവ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നത്? അനുജ, തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം, നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു അനധികൃതമായി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും അതിന് സാധുത നൽകുന്ന അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന BVR സുബ്രഹ്മണ്യം നടത്തിയ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം
ഈ വിവാദമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ അത് യൂട്യൂബിൽ സ്ട്രീം ചെയ്തിരുന്നു എങ്കിൽ പോലും വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു, ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തവരും മറ്റും മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് വിശദീകരണങ്ങൾ തേടിയ ഘട്ടത്തിൽ യൂട്യൂബിലേക്കുള്ള ആക്സസ് നിഷേധിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വ്യക്തമാക്കുന്നു. തുടർന്ന് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉണ്ടായില്ല. ഒപ്പം തന്നെ എന്നാൽ ഈ ബജറ്റ് രേഖകൾ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നതാണ് ഈ ബജറ്റ് രേഖകളിലുള്ള കേന്ദ്രവിഹിതം അടക്കമുള്ളവ എന്നാണ് വ്യക്തമാക്കുന്നത്. 2013 ഈ ബജറ്റ് നിന്നുള്ള സംസ്ഥാന വിഹിതം 33% എന്നുള്ളത് 50% ഉയർത്തണമെന്ന് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം അധികാരത്തിലെത്തിയ 2014 ശേഷമുള്ള ആദ്യ ബജറ്റിൽ ധനകാര്യ കമ്മീഷൻ ാണ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കുന്നത്. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ 42% കേന്ദ്ര സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം രേഖപ്പെടുത്തിയെങ്കിലും അത് കുറയ്ക്കാനുള്ള ഇടപെടൽ പിൻവാതിൽ ചർച്ചകളായി ഉണ്ടായി എന്നും പ്രധാനമന്ത്രിയാണ് അതിനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് എന്നുമാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഹിതം കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് ചർച്ചകൾ നടന്നതായും ആ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇത്തരത്തിൽ BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം തീർച്ചയായും ഇക്കാര്യത്തിൽ ഇത് ആയുധമാക്കുമെന്ന ഉറപ്പാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ശരി, പ്രധാനമന്ത്രിക്കെതിരെയാണ് ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ ഓഫീസ് സ്റ്റാഫ് രംഗത്തെത്തിയത്. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കർശന നടപടികളിലേക്ക് കടന്നു പോലീസ്. സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ടി സിദ്ദിഖ് MLAയുടെ ഭാര്യയുമായ ഷറഫുന്നീസ ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് കേസ്. എന്തടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തതെന്ന് അറിയില്ലെന്ന് ഷറഫുന്നീസ 24 പറഞ്ഞു. സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. താൻ വഴി സ്വീകരിച്ച നിക്ഷേപങ്ങൾ മടക്കി നൽകിയതായും ഷറഫുന്നീസ വിശദീകരിച്ചു. പരാതി ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിളിക്കുമല്ലോ, ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിളിയും വന്നിട്ടില്ല. ഡിസംബർ 2028 ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. രണ്ട് അതിന് മുമ്പ് 5 മാസം മുമ്പ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ റിസൈൻ ലെറ്റർ കൊടുത്ത മെയിൽ വഴി അയച്ചത് 8 ഡിസംബർ 2022. ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിരുന്നില്ല. അവർ ഓഫർ ലെറ്റർ തന്നിട്ട് ജോലിക്ക് പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോ അങ്ങനെ ഒരു ഓഫർ ലെറ്ററിലെ ജോലി ആയിരുന്നില്ല, അവർ പറഞ്ഞ സാലറി ആയിരുന്നില്ല. ഞാൻ മാനേജ്മെന്റുമായിട്ട് ഒത്തുപോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സിദ്ദീഖ് അവിടെ വർക്ക് ചെയ്യേണ്ട ഇറങ്ങിച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്റെ കെയർ ഓഫിൽ ഒരുപാട് ഫണ്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പിരിച്ചു വിട്ടിരുന്നു. ഷറഫുന്നീസ ജോലി ചെയ്തിരുന്ന സമയത്തെ ചില നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ടെന്നും അതിനുള്ള നടപടികൾ തുടരുകയാണെന്നുമാണ് ടി സിദ്ദിഖ് MLA പ്രതികരിച്ചത്. കേസിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ടി സിദ്ദിഖ് ആരോപിച്ചു. എൻ്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. 2022 ഡിസംബർ 8 പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ 2023 നിക്ഷേപം നടത്തിയതിന്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ്. അന്വേഷണം നടക്കട്ടെ എന്നും കള്ളക്കേസാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കയറുമെന്നും കെ മുരളീധരൻ MP പ്രതികരിച്ചു. പക്ഷേ ഞങ്ങൾ പറയുന്ന അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി കയറേണ്ടി വരും. അത് കോടതി ഞങ്ങൾ കയറ്റും. അല്ലാതെ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടോളാം. കള്ളക്കേസ് ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ കോടതി കയറ്റിയിരിക്കും. ഭാവിയിൽ ജയിലിലും കയറ്റും.
രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇതിൽ ഷറഫുന്നിസയും ടി സിദ്ദിഖും തീയതികൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം തീർക്കുന്നത്. എപ്പോഴാണ് രാജിവെച്ചത്, നിക്ഷേപം നടത്തിയത് എപ്പോഴാണ്, അപ്പോൾ എങ്ങനെയാണ് ഈ കേസിലേക്ക് ഭാര്യയെ ബന്ധിപ്പിക്കുന്നതെന്ന് ടി സിദ്ദിഖ് ചോദിക്കുന്നു. ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, തന്നെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിൽ ഭരണകൂടത്തിനുള്ളത്, പോലീസിനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടക്കാവിലെ ബ്രാഞ്ചിൽ, സ്വിസ് ബാങ്കിന്റെ കോഴിക്കോട് നടക്കാവിലെ ബ്രാഞ്ചിൽ പോലീസിന്റെ സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാവ് പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇതിൽ പ്രധാനമായും നിലവിൽ 5ഓളം പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ പ്രതികളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കാവിലെ ബ്രാഞ്ചിൽ പരിശോധന നടത്തുന്നത്. ഇനി തുടർന്ന് 5 ശാഖകളിൽ കൂടി വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കഴിഞ്ഞ 1 മാസമായി സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള യാതൊരു വസ്തുക്കളും നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവിക നടപടിയുടെ ഭാഗമായി ഇവിടെ പരിശോധന നടക്കുന്നു, തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇനി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ കേസിലെ 4ാം പ്രതിയാണ് ഷറഫുന്നിസ. ഇന്നലെ നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത്, അതായത് കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 4ാം പ്രതിയായി ഷറഫുന്നിസയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. CPM കൗൺസിലറായ ആളുടെ മകളാണ് ഇപ്പോൾ കേസുമായി പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലുള്ള എന്നാണ് സിദ്ദിഖ് MLA മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഷറഫുന്നിസയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴും അവരും ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. എന്താണെങ്കിലും 20 കോടിയോളം രൂപയുടെ ഈ കേസിൽ വ്യക്തമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടിയാണ് രാഹുൽ സുരേഷ് പങ്കുവച്ചത്. തിരികെ വാർത്താമഴയിലേക്ക്. മലപ്പുറം പന്തല്ലൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പന്തല്ലൂർ സ്വദേശി നിസാറിന്റെ ഭാര്യ തെഹദിലയാണ് മരിച്ചത്. ഗാർഹിക പീഡനമെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കൊടിയ പീഡനം ഒരുപാട് വർഷമായിട്ട്, ഒരുപാട് കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, 1 വർഷം മാന്യമായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്നും ഈ കുട്ടിക്ക് പ്രശ്നമാണ്. കുട്ടിയുടെ അവിടുത്തെ ഭർത്താവിന്റെ പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, കുടുംബത്തിന്റെ ആരോപണം എന്താണ്? അനുജ, കുടുംബം പറയുന്നത് ഭർത്തൃ വീട്ടിലുള്ള പീഡനമാണ് ഈ ഒരു യുവതി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളമായി ഈ യുവതി നിരന്തരമായ ഒരു മാനസികവും ശാരീരികവുമായ പീഡനം ഭർത്തൃ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് യുവതിയുടെ അമ്മാവനാണ്. അതായത് ഇവർ പറയുന്നത്, ഈ ഭർത്താവായിട്ടുള്ള നിസാറിന്റെ പിതാവ് അബു എന്ന് പറയുന്നയാളാണ് ഈ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നത്. ഇക്കാര്യം ഈ യുവതിയുടെ ഭർത്താവായിട്ടുള്ള നിസാർ വിദേശത്ത് കഴിയുകയാണ്. ഇവർക്കും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുമാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പലതവണ പ്രശ്നം ഉണ്ടാകുമ്പോഴും വീട്ടുകാർ തമ്മിൽ സംസാരിച്ച്, മധ്യസ്ഥത വഹിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി വീണ്ടും തിരികെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അത് സഹിക്കു വയ്യാതെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ ഭർത്തൃ വീട്ടിൽ നിന്നും ഈ ഭാര്യ പിതാവായിട്ടുള്ള അബു എന്ന് പറയുന്നയാൾ ഈ യുവതിയുടെ സഹോദരനെ വിളിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സഹോദരൻ അന്വേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യം. അപ്പോൾ അദ്ദേഹം ഈ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്, വളരെ നിസ്സാരമായി പറഞ്ഞു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ രാത്രി ആശുപത്രി കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും മരിച്ചു കഴിഞ്ഞു, ഇനി കാര്യമില്ല എന്നുള്ളതായിരുന്നു ഈ ഭർത്തൃ വീട്ടുകാരുടെ ഒരു നിലപാട്. തുടർന്ന് മഞ്ചേരി പോലീസ് എത്തിയാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. ഇപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഈ യുവതിയുടെ മൃതദേഹം ഉള്ളത്. പ്രധാനമായും ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ നിസാറിന്റെ പിതാവ് അബു എന്ന ആൾക്കെതിരെ കേസെടുക്കണം, അതോടൊപ്പം തന്നെ മാതാവിനെതിരെ കേസെടുക്കണം, ഒടുവിൽ നിസാറിനുമെതിരെ കേസ് വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രധാനമായും ഇവരാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. അനുജ, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴ അവസാനിക്കുന്നു.